നേരത്തെ മുതൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന്റെ അങ്ങ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അതിന് ഉതകുന്ന തരത്തിലുള്ള കണക്കുകളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സാമൂഹ്യപരമായ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ശ്രീ K ശബരിനാഥൻ എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു അസന്തുലിതമായ ഒരു സാമ്പത്തിക വിതരണമുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകത്തെ പോലും ആശ്രയിക്കാൻ കഴിയില്ല. നേരത്തെ ശ്രീ V ശിവദാസന് സമാനമായ കാര്യം പറയുന്നുണ്ട്. പെർ ക്യാപിറ്റ ഇൻകത്തെ നമുക്ക് വളരെ കൃത്യമായ ഒരു മാനദണ്ഡമായി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന്. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വിതരണം എങ്ങനെയാണ് പല ക്ലാസ്സുകളിൽ വ്യത്യസ്തമായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച വലിയ വാർത്തകൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ പറയുന്ന ഭക്ഷ്യധാന്യ വിതരണം അടക്കം അതിൻ്റെ അടക്കം ബെനഫിഷ്യറീസ് ആയിട്ടുള്ള ഒരു ക്ലാസ് അവരെ അഡ്രസ്സ് ചെയ്യാതെ അവരെ അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാമ്പത്തിക പ്രഖ്യാപനങ്ങളില്ലാതെ നേരത്തെ ശ്രീ BA പ്രകാശ് പറയുമായിരുന്നു അങ്ങനെ ഒരു പ്രശ്നമേ ഇന്ത്യയിലില്ല എന്നു തരത്തിൽ അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കും? അതാണ് ഞാൻ നേരത്തെ ആദ്യ ഭാഗം ചർച്ചയിൽ ഞാൻ ഉന്നയിക്കാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ്. കാരണം മൗലികമായ അടിസ്ഥാനപരമായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു ടോട്ടൽ ഫെയിലൂറാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുതന്നെയാണ് നേരത്തെ ശ്രീ ശിവദാസൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ച പെർ ക്യാപിറ്റ ഇൻകം പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിയെ സംബന്ധിച്ചുള്ള പരിശോധിച്ചു. രാജ്യത്തിൻ്റെ ആഭ്യന്തര മൊത്തം ഉൽപ്പാദന വളർച്ചാ നിരക്കിൽ ഉണ്ടായിട്ടുള്ള വർധനവൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതൊക്കെ പൊതു സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ആ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ എത്താൻ തുടങ്ങിയെന്ന് പറഞ്ഞതിന് ആധാരമായി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കി എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമാണ്. പക്ഷേ ആ നേട്ടത്തെ സംബന്ധിച്ചുള്ള അവകാശവാദം ഗവൺമെൻറ് ഉന്നയിക്കുമ്പോഴാണ് 80 കോടി ജനങ്ങൾ ഇപ്പോഴും സൗജന്യ റേഷൻ്റെ പട്ടികയിലാണ്, പരിധിയിലാണ്. 13.8 കോടി ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ബെനിഫിഷ്യറീസാണ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുന്നുണ്ടോ? അവരതിൽ കൺസേണേ അല്ല. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ വളർച്ചാ നിരക്ക് പ്രദാനം ചെയ്യുന്ന സാമ്പത്തിക നിക്ഷേപമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സന്തുലിത വികസനത്തിനും രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനും നന്മ. അപ്പോൾ ഇവിടെ രാജ്യത്തുണ്ടായിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്ക് ലഭിച്ചിട്ടുള്ള കാരണം നിങ്ങൾ 2014 മുതൽ 2024 വരെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ നിയമനിർമ്മാണ പ്രക്രിയ പരിശോധിച്ചാൽ അറിയാം. ഒരു 70% വരുന്ന നിയമങ്ങളും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ മേഖലയിൽ പരമാവധി എളുപ്പത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എന്ന പേരിൽ വലിയ മൂലധന ശക്തികൾക്ക് രാജ്യത്ത് നിലവിലുള്ള ഒട്ടനവധി ക്ഷേമ പദ്ധതി, പ്രത്യേകിച്ചും തൊഴിലാളികളടക്കമുള്ള സാധാരണ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് നിരവധി ആനുകൂല്യങ്ങൾ, അതാണ് കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22.5% വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിൻ്റെ പൊതു ഖജനാവിന് വന്നിട്ടുള്ള നഷ്ടം എത്രയാണ്, അല്ലെങ്കിൽ ലോസ് എത്രയാണ്? എന്നാൽ അതിന് സമാനമായ നിലയിൽ സാധാരണക്കാർക്ക് ക്ഷേമം ഉറപ്പു നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും അങ്ങനെ കഴിഞ്ഞു എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയുന്നത് പുതിയൊരു പദ്ധതി പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ സമ്മാൻ യോജനയാണ്. 6000 രൂപ പ്രതിവർഷം കർഷകന് കൊടുക്കുന്ന പദ്ധതിയാണ്. അത് നിർബന്ധിതമായി, കാരണം ന്യായ പദ്ധതി എന്നൊരു പദ്ധതി രാഹുൽ ഗാന്ധി പ്രൊമോട്ട് ചെയ്തപ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രൊമോട്ട് ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6000 രൂപ അവസാന നിമിഷം ഈ പറയുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് കിസാൻ സമ്മാൻ യോജന എന്ന പേരിൽ പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഈ പറയുന്നത് പോലെ ഇത്രയും വലിയ ആനുകൂല്യം കോർപ്പറേറ്റുകൾക്കും മൂലധന ശക്തികൾക്കും കൊടുക്കുമ്പോൾ ആനുപാതികമായിട്ടുള്ള മെച്ചം, വളർച്ച, പുരോഗതി സാധാരണ സമൂഹത്തിൻ്റെ ജീവിതത്തിലില്ല. അവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം.